സൂചിച്ചാണ്ട് എന്തിനാ അപമാനിക്കുന്നത്? മരിച്ചുപോയ സൂചിച്ചാണ്ട് എന്തിനാ? സൂചിച്ചാണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കൾ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു. ഒരിക്കലുമില്ല. സൂചിച്ചാണ്ട് എനിക്കറിയാം. വഴക്ക് പിടിക്കുമ്പോ ഞാൻ അപ്പൊ ഡിവോഴ്സ് ആകുന്ന പറഞ്ഞാൽ സൂചിച്ചാണ്ട് പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ. ആ സൂചിച്ചാണ്ട് എനിക്കറിയാം. പിന്നെ എങ്ങനെ സൂചിച്ചാണ്ട് ഡിവോഴ്സ് എന്തായാലും തുറന്നു പറയത്തില്ല, ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ. അതിപ്പോ സൂചിച്ചാണ്ട് മരിച്ചു പോയില്ല, സൂചിച്ചാണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറയാം എന്തും പറയാതല്ല, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ അവകാശപ്പെടുന്നു, താങ്കളാണ് ഭാര്യ. അവകാശപ്പെടുന്നത് തന്നെയല്ല, നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഞാൻ തന്നെയാണ്. സമ്മതിച്ചു. പക്ഷെ താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്ന് തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്ന ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ജനങ്ങൾ കാണുവോ കാണാതിരിക്കുക, അത് അവരുടെ. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ലേ? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനവും ഇല്ല. ഞാൻ തലക്കനുണ്ടെങ്കിൽ AC ബസ്സോ അല്ലെങ്കിൽ AC ട്രെയിനോ ബുക്ക് ചെയ്ത് വരും. ഞാൻ ഇന്ന് രാവിലെ KSRTC വന്ന് രാവിലെ ലോക്കൽ ട്രെയിനിൽ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത്. എനിക്ക് അഹങ്കാരമാണ്, ഞാൻ അങ്ങനെ വരത്തില്ല. അത്രയ്ക്ക് പിശിക്കായതുകൊണ്ടല്ല. അത്രയ്ക്ക് പിശിക്കൊന്നുമല്ല, അത്രയ്ക്കുള്ള കാശ് എന്റെ ഉണ്ടായിരുന്നുള്ളൂ.